ഇപ്പൊ സ്റ്റോക്ക് എത്തിയിട്ടുള്ളതിൽ TV, ഫ്രിഡ്ജ്, ഫാൻ, ടേപ്പ് റെക്കോർഡർ, ഫർണിച്ചർ ഐറ്റംസ് എല്ലാം ഉണ്ട്. സാധനങ്ങൾ ഞങ്ങൾ കമ്പനി വിലയ്ക്കാണ് നൽകുന്നത്. എന്നതിന് പുറമെ വിലയുടെ 1/3 മാത്രം നൽകി കഴിയുമ്പോൾ സാധനം ഞാൻ വീട്ടിലെത്തിക്കും. ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് നാട്ടുകാരെ മുഴുവനും പറ്റിച്ചിട്ട് കോടിക്കണക്കിന് ഉറുപ്പികളാണ് ഉണ്ടാക്കിയത്. വയനാട്ടിൽ അക്ഷയ സെന്റർ വഴിയാണ് കൂടുതൽ പേരും തട്ടിപ്പിന് ഇരകളായത്. പരാതിയോട് പരാതി, പരാതികൾക്ക് അവസാനമില്ല. തട്ടിപ്പ് ശൃംഖല എത്താത്ത ജില്ലകളുമില്ല. അങ്ങനെ ഓരോ ജില്ലയിൽ നിന്നും പരാതികൾ ഇങ്ങനെ വന്നു. അപ്പോൾ അതാ പെരിന്തൽമണ്ണ എന്നൊരു ഒച്ചപ്പാട്. പെരിന്തൽമണ്ണയിൽ നടക്കുന്നത് എന്താന്ന് ചോദിച്ചാലേ, അനന്തോ കൃഷ്ണൻ തരുന്ന സാധനങ്ങൾ വാങ്ങാൻ നിങ്ങൾ ഓഫീസിന്റെ മുമ്പിൽ ആൾക്കാർ വരുന്നത് ഓർമ്മ ഉണ്ടോ? തയ്യൽ മെഷീൻ, അത് പകുതി വിലക്ക്. സ്കൂട്ടർ, എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ മതി. ലാപ്ടോപ്പ്, അത് വെറുതെ കൊടുക്കാം. ജൈവവളം, അതും പകുതി വിലക്ക്. വാട്ടർ പ്യൂരിഫയർ, അതിനൊരു 10 ഉറുപ്പ്യ വാങ്ങാം. നമ്മൾ അനന്തോ കൃഷ്ണനല്ലേ, ഒരു ചായ കുടിച്ചോട്ടെ. സ്കൂൾ കിറ്റുകൾ, അത് കുട്ടിയൊക്കെയല്ലേ, അത് നമുക്ക് വെറുതെ കൊടുക്കാം. ഇതാ 10 രൂപ തന്ന് ഈ റേഡിയോ അമ്മാവൻ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇതല്ലേ പെരിന്തൽമണ്ണയിലും നടന്നത്? വഞ്ചിക്കപ്പെട്ട ഒരാളാണ്. കുഴപ്പമായി തോന്നുന്നത്. അപ്പൊ നിങ്ങളും പെട്ടൂലേ? ഞങ്ങൾ അതിന്റെ കൂടെ പെട്ടുപോയ വിക്ടിംസ് ആണ്. എന്നാലും ഒരു MLA ആയിട്ടും നിങ്ങൾക്ക് ഇത് മനസ്സിലായില്ല? പെരിന്തൽമണ്ണയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ നിങ്ങൾ വിലയിരുത്തണം. അല്ല, വിലയിരുത്താ ആരോടൊപ്പം ചോദിക്കുക? അവിടുത്തെ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരോടും അന്വേഷിക്കാം. ശരി, അപ്പൊ പെരിന്തൽമണ്ണത്തെ രാഷ്ട്രീയക്കാരെ ഈ അനന്തോ കൃഷ്ണന് പെരിന്തൽമണ്ണ വന്ന് ആൾക്കാരെ പറ്റിച്ചതിനെ പറ്റി വല്ല വിവരമുണ്ടോ? MLA തന്നെ രൂപീകരിച്ചിട്ടുള്ള MLAയുടെ ഓഫീസിൽ പ്രവർത്തിക്കുന്ന മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷൻ വളരെ വ്യക്തമായി ഈ പരിപാടിയിലേക്ക് ആളുകളെ ചേർക്കുന്നതിന് വേണ്ടി പത്രക്കുറിപ്പ് ഇറക്കുകയും ആ പത്രക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ MLA ഓഫീസുമായി ബന്ധപ്പെടാൻ ആവശ്യപ്പെടുകയും അങ്ങനെ ബന്ധപ്പെട്ട ആളുകളുടെ കയ്യിൽ നിന്ന് MLA ഓഫീസിൽ പണം കൊണ്ടേ കൊടുക്കാൻ ആവശ്യപ്പെട്ട് MLA ഓഫീസിൽ നിന്ന് തന്നെ റെസീറ്റ് ഇഷ്യൂ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നജീബ് കാ, റെസീറ്റ് ഒക്കെ കൊടുത്തത് നിങ്ങളെ ഓഫീസിൽ നിന്നാണ്. എല്ലാം ബാങ്ക് അക്കൗണ്ടുകൾ വഴിയാണ് അവർ പൈസ അടിച്ചത്. അത് ഇയാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് പോയി എന്നതല്ലാതെ ഞങ്ങൾ അതിൽ എവിടെയാണ് കക്ഷിയാവുന്നത്? നേരെ അനന്തോ കൃഷ്ണന്റെ ബാങ്ക് അക്കൗണ്ടിക്ക്. അപ്പോൾ പിന്നെ നജീബ് കാന്തപുരത്തിന്റെ ഓഫീസിൽ നിന്ന് റെസീറ്റ് കൊടുത്തു എന്ന് പറയണതോ? ഇനി മൂപ്പര് ബാങ്കും നടത്തുന്നുണ്ട് അവിടെ? പെരിന്തൽമണ്ണക്കാർ പണം നൽകിയത് അനന്തകൃഷ്ണനല്ല, MLAയുടെ മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷന് MLA ഓഫീസിൽ വെച്ച് MLA പറഞ്ഞത് പ്രകാരം നൽകിയതാണ് പെരിന്തൽമണ്ണക്കാർ പണം. അപ്പൊ MLAയുടെ ഓഫീസിൽ ഇതൊക്കെയാണ് നടന്നിരുന്നത് അല്ലേ? ഞങ്ങൾ അവിടെ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനങ്ങളെ എംപവർ ചെയ്യാനുള്ള പ്രവർത്തനങ്ങളാണ്. എംപവർ ചെയ്യാനാണോ അനന്തോ കൃഷ്ണനെ പെരിന്തൽമണ്ണ ഇറക്കിയത്? അവിടുത്തെ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരോടും അന്വേഷിക്കാം. ശരി, പെരിന്തൽമണ്ണയില് അനന്തോ കൃഷ്ണനെ കൊണ്ട് എംപവർ ചെയ്തത് എങ്ങനെ? പെരിന്തൽമണ്ണയിലെ തട്ടിപ്പ് MLA നേതൃത്വം നൽകിയിട്ടുള്ള ഒരു ഇരട്ട തട്ടിപ്പാണ്. ബാക്കിയുള്ള എടുത്തതിനേക്കാളും ഇച്ചിരി കട്ടി കൂടിയത്. അവിടങ്ങളിലെല്ലാം ലാപ്ടോപ്പിനാണെങ്കിലും ബൈക്കിനാണെങ്കിലും തയ്യൽ മെഷീന്റെ 4 തരത്തിലുള്ള തയ്യൽ മെഷീൻ ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിനൊക്കെ ഈടാക്കിയ തുകയും പെരിന്തൽമണ്ണയിലെ മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ഈടാക്കിയ തുകയും രണ്ടും രണ്ടാണ്. അതെന്താ, പെരിന്തൽമണ്ണ എത്തിയപ്പോ ടാക്സ് കൂടിയോ? 20,000 രൂപയാണ് ഒരു ലാപ്ടോപ്പിന് മറ്റിടങ്ങളിൽ ഈടാക്കിയതെങ്കിൽ പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരം നേതൃത്വം നൽകുന്ന മുദ്ര ഫൗണ്ടേഷൻ ഈടാക്കിയത് 21,000 രൂപയാണ്. 1000 ഉറുപ്പ്യ മുതൽ ഒരു 4000 ഉറുപ്പ്യ വരെ ചെറുതായിട്ടൊന്ന് കൂടി. അതുകൊണ്ട് ആ പണം നൽകേണ്ട ഉത്തരവാദിത്തം അനന്തകൃഷ്ണനല്ല, MLAക്കാണ്. അപ്പൊ എങ്ങനെ നാട്ടുകാർക്ക് പൈസ കൊടുക്കണ്ടേ? വല്ല വഴിയുണ്ടോ? ഇയാൾ ഒരുപാട് അനധികൃതമായ സ്വത്ത് സമ്പാദിച്ചതായി അറിയുന്നു എന്നുള്ളതാണ്. അങ്ങനെ അയാൾക്ക് സ്വത്ത് ഉണ്ടാവട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിക്കുക, അനന്തകൃഷ്ണന്റെ സ്വത്ത് ആരും കണ്ടുകെട്ടാതെ അവിടെ തന്നെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക. എന്നിട്ട് അത് കിട്ടി സാധാരണക്കാരുടെ പണം തിരിച്ചു കൊടുക്കണം നമുക്ക്. അനന്തകൃഷ്ണന് ഇതേപോലെ വേറെ ഏതെങ്കിലും നാട്ടിൽ പോയിട്ട് ആൾക്കാരെ പറ്റിച്ച് സ്വത്തുണ്ടാക്കി വരട്ടെ. അപ്പോൾ എല്ലാവരും MLA ഓഫീസുമായിട്ട് ബന്ധപ്പെടാം. മൂപ്പര് ആ പൈസ വാങ്ങിത്തരും. അയാൾക്ക് സ്വത്ത് ഉണ്ടാവട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ശരി, അനന്തോ കൃഷ്ണന് നല്ലോണം സ്വത്തുണ്ടാകാനും നാട്ടുകാരെ പറ്റിച്ച പൈസ തിരിച്ചു കൊടുക്കാനുള്ള മനസ്സുണ്ടാവാനും MLA മനസ്സുരുകി പ്രാർത്ഥിക്കും. ഓക്കെ, ശരി എന്നാൽ.